ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സ്വർഗത്തോളം ഉയരണമെങ്കിൽ ഭൂമിയോളം താഴണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ഈ ഭൂമി ജീവിക്കുവാൻ ദൈവം അനുവദിച്ച അനുഗ്രഹത്തിൻ്റെ പേരാണ്. ആദരവോടെ ആ ജീവിതത്തെ ആസ്വദിക്കുമ്പോൾ ഒരു കാര്യം കൂടി ക്രിസ്തു ചേർത്ത് പറയുന്നുണ്ട്: അവനായിരിക്കുന്നിടത്ത് നമ്മളുമായിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ നിത്യമായ വാസസ്ഥലമല്ല എന്നുറപ്പും സ്വർഗോന്മുഖമായി ജീവിക്കുവാനുള്ള വിളിയാണ് നമുക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിനം. കർമ്മങ്ങൾ പൂർത്തീകരിച്ച് ഒരു വിശുദ്ധ ബലിയായി ജീവിതത്തെ കുരിശോട് ചേർത്ത് വെച്ച് മനുഷ്യൻ്റെ പാപങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് പരിഹാര ബലിയായി തീർന്നവൻ ഫലമേൽപ്പിച്ചവയെല്ലാം അതിൻ്റെ നന്മയിൽ പൂർത്തീകരിച്ച് മടങ്ങുകയാണ്. ഈ മടക്കം പലപ്പോഴും സങ്കടം നൽകേണ്ട കാര്യങ്ങളാണ്. കൂടെയുള്ളൊരു വ്യക്തി സ്പന്ദനമായി നിൽക്കുന്നവൻ, സ്വാന്തനമായി നിൽക്കുന്നവൻ, സ്നേഹമായി നിൽക്കുന്നവൻ, കരുണയായി നിൽക്കുന്നവൻ, കരുതലായി നിൽക്കുന്നവൻ ഇനി കൺമുമ്പിൽ ഇല്ലാതെ പോകുന്നത് കണ്ണു നിറയുന്ന അനുഭവത്തിൻ്റെ പേരാണ്. എന്നിട്ടും അപ്പോസ്തലന്മാർക്ക് അത് സങ്കടമായി തോന്നുന്നില്ല. വചനം അവർ നന്നായി ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ ഈ ഭൂമുഖത്ത് നിന്ന് പോകണം എന്നുള്ളത് ദൈവഹിതം തന്നെയായിരുന്നു. ഇനി വരുവാനിരിക്കുന്ന ഒരു ആത്മീയ ശക്തി, അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കത്തിൻ്റെ സമയമാണ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഈ പാതകൾ ഒഴിയേണ്ടി വന്നിരിക്കുന്നു. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ഊഴമാണ്. അങ്ങനെ ത്രിത്വൈക ദൈവത്തിൻ്റെ സമുന്നതമായ പങ്കാളിത്തം നമ്മളെ കൃത്യമായി ക്രിസ്തു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ നമ്മളിൽ നിന്ന് യാത്ര പറയുമ്പോൾ നിറഞ്ഞ മിഴികളോടുകൂടിയല്ല നാം അത് കാണുന്നത്. ഇതൊരാഘോഷമാണ്. എല്ലാ മനുഷ്യരും സ്വർഗോന്മുഖമായി ജീവിക്കേണ്ടവരാണ്, സ്വർഗത്തിൻ്റെ അവകാശികളാണെന്ന് ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭൂമിയുടെ ഭാരങ്ങളിൽ കെട്ടുപിണഞ്ഞു കിടക്കേണ്ട മനുഷ്യരല്ല, ഭാരമില്ലാത്തവരുടെ ജീവിതം, ഭാഗ്യപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന സ്വർഗോന്മുഖമായി പാരിതോഷികം പങ്കുവെക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതിന് ജീവിതത്തെ പവിത്രീകരിക്കേണ്ട മനുഷ്യരാണ് നമ്മളൊക്കെ. നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നുവെന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെയാവട്ടെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ നമുക്ക് മുമ്പേ ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നു. അത് നമ്മളെ പഠിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാ മനുഷ്യരും എന്നെങ്കിലുമൊക്കെ ഈ ഭൂമുഖം വിട്ടുപേക്ഷിച്ച് പോകേണ്ടവരാണ്. ജീവിക്കുന്ന നമുക്ക് കിട്ടിയ അത്ഭുതത്തിൻ്റെ പേര്, അനുഗ്രഹത്തിൻ്റെ പേര്, അത് നിത്യമായൊരു വാസസ്ഥലമെന്നല്ല, അത് ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു തന്നൊരു കാലഘട്ടത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ, അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ, ആത്മീയമായി പരിപോഷിപ്പിക്കുന്നതിൻ്റെ, സ്വർഗം കരഗതമാക്കുവാനുള്ള പ്രയാണങ്ങളുടെ ഏറ്റവും വിശിഷ്ടമായ സ്ഥാനമാണ്. ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണം വഴി നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ കണ്ണുകളും സ്വർഗത്തിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു. ഉറപ്പിച്ചിരിക്കുന്ന പാദങ്ങൾ സ്വർഗത്തിൽ ചേരുവാൻ പാകത്തിൽ ജീവിതത്തെ വാർത്തെടുക്കേണ്ടിയിരിക്കുന്നു. എന്നെങ്കിലുമൊക്കെ വിട പറഞ്ഞു പോകേണ്ടി വരുമ്പോൾ സങ്കടം തോന്നേണ്ട മനുഷ്യരല്ല, സ്വാന്തനം നൽകുന്ന ദൈവത്തിൻ്റെ കരവലയത്തിലായിരിക്കുവാൻ നമുക്ക് സാധ്യമാവട്ടെ. സ്വർഗം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന സമ്മാനമാണ് ഈ ഭൂമുഖത്ത് വിശുദ്ധിയിലും വിശ്വാസത്തോടും ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആ വിശ്വാസം തന്നെയാണ് നല്ലവരെ പോലെ നന്മ ചെയ്ത് സൽപ്രവർത്തികൾ ചെയ്ത് സാഹോദര്യ സ്നേഹത്തോടെ മാപ്പ് കൊടുത്തും അംഗീകരിച്ചും അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുമൊക്കെ ജീവിക്കുവാൻ പ്രേരണ കിട്ടുന്നത് പോലും. അങ്ങനെ സ്വർഗോന്മുഖമായൊരു ജീവിതത്തിൻ്റെ ഉടമകളാണെന്ന് അവൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇത്രമാത്രം ഭൂമിയോളം താഴ്ന്നു ജീവിച്ചവൻ സ്വർഗത്തിലേക്ക് കരയേറപ്പെടുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയെ തൊട്ട് ജീവിച്ച മനുഷ്യൻ ഇനി സ്വർഗത്തിൻ്റേതായി രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓരോ മനുഷ്യർക്കുമുള്ള ദൈവവിളിയെക്കുറിച്ചാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. നാം ഭൂമിയുടെ അവകാശികളല്ല. വിട്ടൊഴിയേണ്ടി വരുന്ന പലതുമാണ് നാം കൈയാളുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. കാലം നമുക്ക് കരുതി വച്ചിരിക്കുന്നത് കണ്ണുനീരാവാതിരിക്കട്ടെ. കരുണയുടെ സ്രോതസ്സുകൾ ആസ്വദിക്കുവാൻ നമ്മുടെ ജീവിതത്തിന് ഇനിയും അവകാശമുണ്ടെന്ന് ക്രിസ്തു തന്നെ പഠിപ്പിക്കുകയാണ്. ആയതിനാൽ സ്വർഗോന്മുഖമായൊരു ജീവിതം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ശിഷ്ടജീവിതം നമുക്ക് കാരണങ്ങളുണ്ടാവട്ടെ. നമുക്ക് വേണ്ടി ഭവനമൊരുക്കുന്ന, ഞാൻ പോകുമ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരികയുള്ളെന്ന് ഉറപ്പുവരുത്തുന്ന ആത്മീയശക്തി സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ വിനയത്തിലും വിശുദ്ധിയിലും തീഷ്ണതയിലും ജ്ഞാനത്തിലും വിവേകത്തിലും ജീവിക്കുവാനുള്ള കൃപകളുണ്ടാവട്ടെ. ആത്മീയമായ ഉണർവും ഉത്തേജനവും ലഭ്യമാകുവാൻ സ്വർഗം തുറക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഇനി ആ പ്രയാണപാതകൾ കൃത്യമായി രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു.
സ്വർഗത്തിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ, സ്വർഗം കരഗതമാക്കുവാൻ, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ചിന്തിക്കുവാൻ, ഈ ഭൂമി ജീവിതം അതിൻ്റെ എല്ലാ നന്മയോടും കൂടി ജീവിക്കുവാൻ, ആസ്വദിക്കുവാൻ, അനുഗ്രഹപൂരിതമാക്കുവാൻ അവകാശികളാക്കുന്നത്. സ്വർഗാരോഗ്യനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ശക്തിയും വിശുദ്ധിയും പ്രദാനം ചെയ്യട്ടെ. ഈ ദിനത്തിൻ്റെ പ്രാർത്ഥനയും മംഗളങ്ങളും. ആമേൻ.